അല്ലെ പ്രൊമോ വരുന്നതുകൊണ്ടാണ്. ഞാൻ ഇന്ന് പറയാൻ വരുന്നത് എന്താ വളരെ ദയനീയമായിട്ടുള്ള ഇന്നത്തെ ഒരു പേപ്പർ ന്യൂസ്. ആം, വിവാഹിതരാവാൻ പോകുന്ന പിന്നെ രണ്ടാളുകൾ, രണ്ട് ഒരു യുവതിയും ഒരു യുവാവും. യുവതി ഫോൺ ചെയ്യണതിൻ്റെ ആ സമയത്ത് തന്നെ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ഒപ്പം പ്രസ്തുത വരൻ അവനും ആത്മഹത്യ ചെയ്തു. അതേപോലെ തന്നെ ഇന്ന് ഫേസ്ബുക്കിൽ വീണ്ടും ഒരു ഇത് കണ്ടു. മംഗലാപുരത്തെ ഒരു ഹോട്ടൽ മുറിയിലും ഒരുത്ത ആത്മഹത്യ ചെയ്തു, ഒരു യുവാവ്. ഇവർക്കൊന്നും വേറെ എവിടെ ആത്മഹത്യ ചെയ്യാൻ സ്ഥലമല്ലേ? ഈ ഹോട്ടൽ മുറിയിൽ ഈ ഹോട്ടലിൻ്റെ ഉടമ നിങ്ങളോട് വല്ല തെറ്റും ചെയ്തോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആളുകൾ ആത്മഹത്യ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ആത്മഹത്യ ഒന്നിനും ശാശ്വതമായ പരിഹാരമല്ല, അത് വേറെ കാര്യം. ഇനി ആത്മഹത്യ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ മുറിയിൽ എന്ത് തെറ്റായ ആളുകളോട് ചെയ്ത് ആ ഹോട്ടലിൻ്റെ ഉടമ, അവിടുത്തെ ജീവനക്കാർ, അവരെയൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ടാവില്ലേ? അവൻ്റെ ഒരു ഹോട്ടലിൽ വെച്ച് ആത്മഹത്യ ചെയ്താൽ അവരുടെ ലെഡ്ജർ, അവിടുത്തെ CCTV, അവിടുത്തെ മാനേജർ, അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ അതിനെ പറ്റിയിട്ട് വല്ലാതെ കൈക്കൂലി വാങ്ങില്ല. നേരെ മറിച്ച് അന്യ സ്റ്റേറ്റിലാണെങ്കിൽ കൈക്കൂലി വാങ്ങിയിരിക്കും. ഇപ്പം നമ്മളൊക്കെ ബാംഗ്ലൂർ സ്ഥാപനം നടത്തുന്നതാണ്. പല കേസുകളായിട്ട് അന്വേഷണം വന്നാൽ അപ്പം ലോഡ്ജ് ഉടമയ്ക്ക് പൈസ ചിലവാണ്. ചെറിയ പൈസ ഒന്നല്ല കേട്ടോ, 50,000 മുകളിലാണ്. ചെറിയ പൈസക്കൊന്നും നിൽക്കില്ല. കോവിഡ് കാലത്ത് ഞാൻ ഒരു ഉദാഹരണം പറയണം. കോവിഡ് കാലത്ത് എൻ്റെ മകനായിരുന്നു അവിടെ ലോഡ്ജ് മാനേജർ. ആ സമയത്ത് മകന് കോവിഡ് വന്നപ്പോൾ മകൻ അടുത്ത സുഹൃത്തും അയൽവാസിയും ബിടെക്കിന് പഠിക്കണ ഒരു കുട്ടീനെ കോവിഡ് വന്ന് കുറച്ച് ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണമല്ലോ, അപ്പോൾ ഈ പയ്യനെ പിടിച്ചിരുത്തി. ഒരു കാരണമല്ല, അടുത്ത NIA ആണ് എന്നൊക്കെ പറയണു. എന്തായാലും ഒരന്വേഷണം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അവനെ ഒരാളോട് പറയുക പോലും ഇല്ല ചെയ്യാതെ പയ്യനെ അവിടുന്ന് പിടിച്ചുണ്ടായി. പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മളവിടുത്തെ സഖാക്കന്മാരുമായിട്ടും ബാംഗ്ലൂരത്തെ സഖാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവർ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അതിൻ്റെ മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഹൈക്കോടതി പ്ലീഡറായിട്ടുണ്ടായിരുന്നു. പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അദ്ദേഹം തക്ക സമയത്ത് ഇടപെട്ടു. മൈസൂർ ജയിലിലേക്കാണ് ഈ പയ്യനെ, ഒരു തെളിവില്ല, ഒരു കുറ്റം ചെയ്തിട്ടില്ല, ഒന്നുമില്ലാത്ത ആ പയ്യനെയും കൊണ്ട് മൈസൂർ ജയിലിലേക്കാണ് പോയിരുന്നത്. ഇയാൾ കൃത്യമായിട്ട് ഇടപെടൽ കാരണം കോൺഗ്രസിൻ്റെ നേതാവാണ്. എന്തായാലും നന്ദി ഇതിൽ ഞാൻ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നമ്പർ പോലും എൻ്റെ നിന്ന് മിസ്സായി. ആ സമയത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ തക്ക ഇടപെടൽ കാരണമാണ് ആ പയ്യൻ രക്ഷപ്പെട്ടത്, പ്രത്യേകിച്ച് മുസ്ലിം പേരും. ഇതാണ് അന്യ സ്റ്റേറ്റിൽ ലോഡ്ജ് നടത്തുന്ന ആളുകളുടെയൊക്കെ പ്രയാസങ്ങൾ. ഇതൊക്കെ തരണം ചെയ്യണതിൻ്റെ ഇടയിൽ പക്ഷേ ഒന്നും കൂടി പറയാം, കൊണ്ടുപോയത് NIA അങ്ങനെ എന്തോ ആണെങ്കിൽ പോലും അവർ ഈ ഉപദ്രവിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഭക്ഷണം പോലും അടക്കം മേടിച്ചു കൊടുത്തിട്ട് തിരിച്ച് നമ്മളെ ലോഡ്ജിൽ തന്നെ കൊണ്ടുവന്നാക്കി. പക്ഷെ അത് മതി ഒരു ജീവിതം തൊലയാൻ. പറയുമ്പോൾ എന്താ വെച്ചാൽ, ഈ ക്വാറന്റൈൻ ടൈമിൽ ഏതൊരു ഈ കുഴൽപ്പണത്തിൻ്റെ ഏതോ ഒരുത്ത അവിടെ ലോഡ്ജിൽ താമസിച്ചിരുന്നു. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നത് ഈ പയ്യനെയാണ് എന്നുള്ളതാണ് തെറ്റ്. മനസ്സിലായോ?
അപ്പോൾ ഇതൊക്കെ തരണം പല കേസുകൾ ഒരു ലോഡ്ജ് നടത്തുമ്പോൾ പല നിരവധി കേസുകൾ ആ ലോഡ്ജിലുണ്ടാവും. ഒരു റിസോർട്ട് നടത്തുകയാണെന്ന് വെച്ചാലും പല ആളുകളും വന്ന് താമസിക്കും. അതിൻ്റെ പുറമെയാണ് ഇപ്പം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ മനുഷ്യരെ ഉപദ്രവിക്കണത്. നിങ്ങൾ ഈ പാവങ്ങളെയും കൂടി ഈ ലോഡ്ജ് ഉടമകളെയും ഈ ലോഡ്ജിലത്തെ മാനേജർമാരെയും അവിടുത്തെ സ്റ്റാഫുകളെയും കൂടിയും ആത്മഹത്യയിലേക്ക് തള്ളിയിടുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ലോകത്ത് എത്ര സ്ഥലങ്ങളുണ്ട്? പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തോള്. വേണ്ട, ഇനിയിപ്പോൾ പുഴയിൽ ചാടിയാലും മറ്റുള്ളവർക്ക് ദ്രോഹമാണ്, കുടിക്കണ വെള്ളമാണ്, അതിൽ പോയി ചാടരുത്. നിങ്ങൾ വല്ല വനത്തിൽ വല്ല മരത്തിൻ്റെ മുകളിലും കയറിയിട്ട് കയറ് കെട്ടിയിട്ട് തൂങ്ങി മരിക്കുകയാണ് ഏറ്റവും നല്ല അഭിപ്രായം. എൻ്റെ അഭിപ്രായം ഞാൻ പറയണം. മറ്റുള്ളവരെ എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കണത്? നിങ്ങൾക്ക് ഈ ഞങ്ങളൊക്കെ പിന്നെ കടവും ലോണും പ്രശ്നങ്ങളും ആളുകളിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടൊക്കെയാണ് ഒരു ലോഡ്ജും കാര്യങ്ങളും നടത്തുന്നത്. ഏത് സ്ഥാപനത്തിലും 1-2 തൊഴിലാളികളുണ്ടാവും. ഈ ലോഡ്ജ് എന്തായാലും ഒരാഴ്ചക്ക് പോലീസ് സീസ് ചെയ്യും. ആ സീൽ ചെയ്ത് പോയാൽ പിന്നെ അത് തുറന്ന് കിട്ടിയ ഈ പിന്നെ മറ്റേ തൂങ്ങി ചത്തതാണോ അതോ കൊലപാതകമാണോ എന്നൊക്കെ തെളിയുന്നത് വരെ അത് അടച്ചിട്ട് തന്നെ വേണ്ടേ? നിങ്ങളെ വീട്ടിലാണ് ഒരുത്തൻ കയറി തൂങ്ങിച്ചാലോ? നിങ്ങളെന്തേലും തെറ്റ് ചെയ്തിട്ടാണോ? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളൊക്കെ ഇപ്പം ആ മാനേജർ വിദ്യാഭ്യാസം ഇല്ലാനല്ലേ? ഇപ്പോൾ ഇന്നലെ മരിച്ചോ ദുബായിൽ നിന്ന് വന്ന പറയണോടത്ത് നിങ്ങൾ പിന്നെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവരെ കുടുംബക്കാരും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ദുബായിൽ നിന്ന് വന്നിട്ടാണ് മംഗലാപുരത്തെ ഒരു ലോഡ്ജ് കയറിയിട്ട് തൂങ്ങി മരിക്കണ്ട്, ആത്മഹത്യയുണ്ട്. വേറെ എത്ര സ്ഥലങ്ങളുണ്ട്? വേണ്ട, കൈഞ്ഞരമ്പ് ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പുഴയിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് മരിച്ചൂടെ? ഞാൻ ഒരിക്കലും ആത്മഹത്യ ഒരു കാരണവശാലും ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്നും ആത്മഹത്യ ചെയ്യേണ്ടതാണ്. പക്ഷെ ആത്മഹത്യ ഒന്നിനും ഒരു കാര്യവും സാധിക്കാനും കഴിയില്ല. അതുകൊണ്ട് ആർക്കും നേട്ടമില്ല. നമ്മളിപ്പോൾ ഈ ഇപ്പം വീഡിയോ കോളിൽ ഉണ്ട്, ഈ സ്പോട്ടിൽ മരിച്ചാലും ബാക്കിയുള്ളവർ ജീവിച്ചോളും. ഒരു തർക്കമില്ല അതിൽ. ഇനിയിപ്പോൾ എത്ര ചെറിയ കുട്ടികളാണെന്ന് വെച്ചാലും അവർ ജീവിച്ച് വലുതായി അവർ മണ്ണടിഞ്ഞു പോയിക്കോളും. അതിലൊന്നും ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ കഴിയണതും ഞാൻ വീണ്ടും ആത്മഹത്യ പ്രവണത അല്ല ആളുകൾ. നിങ്ങൾ വല്ല വനത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ വല്ല പുഴയിൽ ചെയ്യരുതേ പ്ലീസ്. കാരണം കുടിവെള്ളമാണ്. എന്തിനാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കണത്? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ആത്മഹത്യ ചെയ്യണമെന്ന് താല്പര്യമല്ലോ, ഒന്ന് സ്വയം ചിന്തിക്കുക. എവിടെയാണ് പറ്റിയ സ്ഥലം? ആർക്കും പിന്നെ ഉപദ്രവമൊന്നും ഇല്ലാതെ രീതിയിൽ മരിക്കാനുള്ള തയ്യാറെടുപ്പ് ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക. ലോഡ്ജിൽ നിങ്ങൾ കയറിയിട്ട് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ ലോഡ്ജ് ഉടമയും അവിടുത്തെ സ്റ്റാഫുകളോ, ഈ ലോഡ്ജ് ഉടമയ്ക്കും ഭാര്യയും കുട്ടികളും ഉണ്ടാവും, അവിടുത്തെ മാനേജർക്കും ഭാര്യയും കുട്ടികളും ഉണ്ടാവും, അവിടുത്തെ സ്റ്റാഫിനും ഉണ്ടാവും. വെറുതെ അവരെ കൊണ്ടുപോയി പോലീസിൻ്റെ ഇടിയും കൊള്ളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മരിച്ചു പോയടുത്ത് വല്ല സമാധാനം ഉണ്ടോ? ഇവരൊക്കെ ശാപങ്ങൾക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ രണ്ട് ആൾക്കാരും ഇപ്പം ഇന്നും ഇന്നലെയായിട്ട് മരിച്ചത്. ഈ 2 ലോഡ്ജ് ഉടമകളുടെയും അവിടുത്തെ സ്റ്റാഫിൻ്റെയും ശാപങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ എന്ത് മരിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ചെയ്യരുത്.